ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പത്തിരിയാണ്, നമ്മുടെ നൈസ് പത്തിരിയല്ല, വട്ടുപത്തിരി എന്നൊക്കെ പറയും, നമ്മുടെ നെയ്പത്തിരി എന്നൊക്കെ പറയും. പത്തലല്ല കേട്ടോ, പത്തിരിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരമുറി നാളികേരമൊക്കെയാണ് കേട്ടോ ചേർത്താൽ മതി. നമ്മളെടുക്കുന്ന പൊടിയുടെ അനുസരിച്ചിരിക്കും. ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുക്കുന്നത്. അപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് നാളികേരം എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണൊക്കെ ജീരകം ചേർത്ത് കൊടുക്കുക. സാധാ ജീരകമാണ്, പെരിഞ്ജീരകമല്ല കേട്ടോ. ഇത് വെള്ളമില്ലാതെ നമുക്ക് നല്ലോണം മിക്സിയിൽ കറക്കിയെടുക്കാം. ഇനി അത് മാറ്റി വയ്ക്കുക. ഇനി ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുക്കുക. അത് അത്യാവശ്യം വലുതായതുകൊണ്ടാണ് കേട്ടോ 2 എടുത്തിട്ടുള്ളൂ. ചെറിയുള്ളി ഒരു 10-15 ചെറിയുള്ളി എടുക്കാം. അതുപോലെ ഒരു പച്ചമുളക് മതി, ഒരുപാട് എരിവ് വേണ്ട കേട്ടോ. ഇനി അതും വെള്ളമില്ലാതെ ഒന്ന് ചതച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ഉരുളി വെച്ചിട്ട് അത്യാവശ്യം വലിയ പാത്രം വയ്ക്കുക, കാരണം നമുക്കത് മിക്സ് ചെയ്യാൻ എളുപ്പത്തിനാണ് കേട്ടോ. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് തന്നെ വേണമെന്നില്ല, വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്തിട്ട് നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാം കേട്ടോ. കരിഞ്ഞു പോകരുത്, മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ചെറിയ പീസൊക്കെ കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലല്ലാണ്ട് നമുക്ക് ചതച്ചിട്ടായാലും എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഉള്ളതുകൊണ്ടാണ് മിക്സിയിൽ ഇതാക്കിയിരിക്കണം. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകരുതെന്ന് മാത്രം. ഇനി അത് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, പാക്കറ്റിലുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ എടുക്കുക. അപ്പോൾ ഓരോ പാക്കറ്റിനനുസരിച്ചിട്ടും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നാളികേരം ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം തിളയ്ക്കുമ്പോൾ സിമ്മിലിട്ടിട്ട് നമുക്ക് ഈ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കൈയെടുക്കാതെ ഇളക്കുക കേട്ടോ, പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നോക്കിയിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വരും. തീ ഫുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിമ്മിലിട്ടിട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീണ ഭാഗം കട്ടിയായി പോകും. ഇപ്പോൾ ഇത് കണ്ടോ, നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ എന്താ പറയുക, കറുത്ത എള്ളുണ്ടല്ലോ, കറുത്ത എള്ള് ചേർത്ത് കൊടുക്കേണ്ട. ഒരിത്തിരി നമുക്ക് എന്താ പറയുക, കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട കേട്ടോ. ജീരകവും ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ചിലർ കരിഞ്ജീരകമാണെന്ന് തോന്നുന്നു കേട്ടോ ചേർക്കുക. ഞാൻ എള്ളാണ് ചേർത്തിരിക്കുന്നത്, കറുത്ത എള്ള്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ച് വയ്ക്കുക. എന്നിട്ട് ചൂടോടുകൂടി നമ്മൾ കുഴയ്ക്കണം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ എടുത്തിട്ട് കുഴയ്ക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട്. നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ, കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അത് ഏകദേശം നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചായിട്ട് പരത്തിയെടുക്കാം. നമുക്ക് ഒന്നില്ലെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് അതിലേക്ക് പരത്തിയെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തണയിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. കൈ കൊണ്ട് പരത്താം. നമ്മൾ ചപ്പാത്തി മറ്റേ കുഴൽ വെച്ച് പരത്തുകയാണെങ്കിൽ ഒരുപാട് പ്രസ് ചെയ്ത് പരത്തരുത് കേട്ടോ. ഇത്തിരി കട്ടി വേണം. അതുമാത്രമല്ല, നമ്മൾ പ്രസ് ചെയ്ത് പരത്തുമ്പോൾ അങ്ങനെ വിള്ളൽ വന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് പരത്തിയെടുക്കുക. അതിന് ശേഷം ഈ തീരെ അരിക് ഇങ്ങനെ മൂർച്ചയായിട്ടുള്ള ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൽ ഇത്തിരി എണ്ണയോ അല്ലെങ്കിൽ അരിപ്പൊടിയിലൊന്ന് മുക്കിയിട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതേമാതിരി ചപ്പാത്തി പലകയിലും നമ്മൾ ഇത്തിരി എണ്ണ തേച്ച് പരത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് തന്നെ കിട്ടും. കണ്ടോ, അതേപോലെ കിട്ടും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ എണ്ണ തേച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചത്. അപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് സൈഡൊന്ന് കറക്റ്റാക്കി കൊടുത്താൽ മതി. ഏകദേശം ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ സ്ക്വയറായിട്ട് കത്തി കൊണ്ട് മുറിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നല്ലോണം എണ്ണ ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്
ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്ലെയിം ശ്രദ്ധിക്കുക, പെട്ടെന്ന് നല്ല ചൂടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടാൻ നമ്മൾ ചൂടുവെള്ളത്തിലാണെങ്കിലും അതിനൊരു വേവ് ഉണ്ടല്ലോ, അപ്പോൾ അത് ആയി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ടൊക്കെ ഒന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലോണം മൊരിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ വിട്ടോളൂ കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നും വരില്ല, പൊട്ടി പോവുകയൊന്നുമില്ല, ഒരുപാട് എണ്ണ കുടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതാ ഒരു ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്, കോരി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് അതേപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ബീഫ് കറിയുടെ കൂടെ അടിപൊളിയാണ്. ഇനി കറി ഇല്ലെങ്കിലും നമ്മൾ ആ ഉള്ളിയും ഇതൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ബീഫ് കറിയൊക്കെ ഇട്ടുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.